ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേമ ലൈഫാണ് എടുക്കാൻ പോകുന്നത്. ഒരു കുട്ടികളെ മദ്രസക്കൊക്കെ വിടുന്ന ടൈം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുക്കളയ്ക്ക് ഇറങ്ങണ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവില്ല. ചെറിയ മക്കളുണ്ടാകുമ്പോൾ മദ്രസയ്ക്ക് പോകുന്ന മക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ ഓരോരുത്തരായി എണീപ്പിച്ച് കുളിക്കാനൊക്കെ പറഞ്ഞയച്ച് ഞാനിത് അങ്ങനെ അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കണം. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് ഗ്യാസുമ്മേണ് ഇട്ടപ്പോൾ ഒക്കെ ഉണ്ടാക്കൽ. കാരണം നമുക്കിവിടെ അടുപ്പും ഇല്ല, ഒന്നാമത്. രണ്ടാമത് ഒരു തുള്ളി വിറകും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചെമ്പട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മീനുട്ടിക്കൂട്ട് എന്നും വരും പോലെ രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കണം. പിന്നെ ലേശം ദോശ ചുടണം കേട്ടോ. കുറച്ച് ദോശ ചുടണം. ദോശ ചുടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അത് പിന്നെ കുഞ്ഞുണ്ടാകുമ്പോൾ ദോശ ചുടേണ്ട നിർബന്ധമാണ്. പിന്നെ നമ്മൾ റിസൾട്ടും ചിലപ്പം ദോശ ചോദിക്കും. പിന്നെ മക്കൾക്ക് പിന്നെ അത്ര തന്നെ നിർബന്ധമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാക്കുമല്ലോ, ചിലപ്പോൾ ഉണ്ടാക്കും. അതിന് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ പുട്ടൊക്കെ ചുടണം. പുട്ട് ചുടണമെങ്കിൽ എല്ലാം തേങ്ങ വേണം. അപ്പോൾ തേങ്ങ നമ്മൾ ഉണ്ടാകുമ്പോഴേ ചുടലുള്ളൂ. ഇല്ലാത്തപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ പൈസ കൊടുത്തൊന്നും വാങ്ങാൻ വയ്യല്ല. ഉള്ളത് തന്നെ നമ്മളുണ്ടെങ്കിൽ ഒരു മുറിയൊക്കെ എടുത്ത് പിസ്ക്കിയിട്ടൊക്കെ ഇട്ടാൽ നമ്മൾ പുട്ട് ചുടാറ്. പുട്ടും തൂക്ക് പുതിയത് വാങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ പുട്ട് ചുടാം. അപ്പോൾ ആ ടൈമിലൊക്കെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തേങ്ങ ഇല്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു 8-10 തേങ്ങ കുഞ്ഞപ്പൂർണ്ണോ ആരോ കുറച്ച് വാങ്ങി. അപ്പോൾ അതിങ്ങനെ പിസ്ക്കി നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദോശനെ ചുടാൻ വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ദോശ ചുടലിരിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ രാവിലെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ. ഒരു ഓട്ടത്തിൽ നമ്മളില്ലേതുകൊണ്ട് ചെയ്യാം. ഓട്ടം കഴിഞ്ഞാൽ പിന്നെ മക്കളെ പറഞ്ഞയച്ചാൽ പിന്നെ ഒന്ന് കിടക്കണം കേട്ടോ. ഭയങ്കര ക്ഷീണക്കാരം. ചിലപ്പോൾ അതിന് വേണ്ടി ഞാൻ മക്കളെ പറഞ്ഞയച്ചാൽ മദ്രസക്ക് പറഞ്ഞയച്ചാൽ ഒന്ന് കിടന്നിട്ട് പിന്നെ എണീറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ തലേന്നത്തെ മക്കളെ ബാക്കിയോ ദോശ ബാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഭക്ഷണവും പിന്നെ കറിയും ഒക്കെ കൂടെ മിക്സാക്കിയിട്ട് നമ്മൾ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് കൊടുക്കട്ടെ ആദ്യം. അല്ലെങ്കിൽ പിന്നെ വലിയൊരു വന്നാൽ ഇവർക്ക് തിന്നാൻ കിട്ടില്ല. അപ്പോൾ അവരെ വിശപ്പ് വെള്ളമൊക്കെ നിറഞ്ഞതിന് ശേഷം ഞാൻ വലിയ കോഴിക്കളെ വിടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര കുത്താക്കാരം കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ കോഴിക്കളൊക്കെ വിട്ടിട്ടുണ്ട്. നമുക്ക് 3 വലിയ ചമ്പക്കന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, വിൽക്കണോ. പക്ഷേ ഞാൻ കോഴിക്കളെ സാധാരണ വിൽക്കാറില്ല കേട്ടോ. കാരണം നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി വളർത്തിയത് കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ നാടൻ കോഴിക്കളൊന്നും പുറത്ത് പോയി വാങ്ങിയിട്ട് എങ്ങനെ ആരും കൊടുക്കില്ല. നമ്മൾ മറ്റേ സാധാ കോഴീനെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്നലെയും വന്നിരുന്നു കേട്ടോ കോഴീനെ കൊടുക്കണോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ഉള്ളതിനെല്ലാം അറുത്തിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കലേ ചെയ്യാറ്.
അങ്ങനെ നമ്മൾ കോഴിക്കളൊക്കെ വിട്ടിട്ട് അങ്ങനെ പിന്നെ അടുക്കളയിൽ ദോശ ഒഴിച്ചിട്ട് അങ്ങനെ ചട്ടിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ പോയതേനു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് കണ്ടിറങ്ങിയാൽ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു ദോശ കരിഞ്ഞു കേട്ടോ. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ പുറത്തിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ തീർത്തിട്ട് വരുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ചവിട്ടികളൊക്കെ അലക്കാണ്ടെങ്കിൽ ആ കലക്കിയിട്ടിട്ട് ഞാൻ പോരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദോശ നമ്മളത് കരിഞ്ഞു. അങ്ങനെ വന്ന് നമ്മളെ ചോറ് അരി തീമട്ടേക്ക് ഞാൻ ലേശം ഉപ്പ് ഇട്ടിട്ടാണ്. ഉപ്പ് ഞാൻ ഇടുന്നത് എന്തിനാ വെച്ചാൽ ചിലപ്പോൾ എന്താ കറി ഇല്ലാത്ത ടൈമിലോ അല്ലെങ്കിൽ കൂട്ടാനില്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഉപ്പിൻ്റെ രസം കൊണ്ട് ചോറുകൊണ്ട് തിന്നു കേട്ടോ. പിന്നെ കഞ്ഞിയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാട്ടോ വേവുമ്പത്തിന് ഉപ്പ് പിടിച്ചതുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അടുപ്പത്ത് വെച്ചതാ. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സിങ്കിൽ ഉള്ള പൈപ്പിൽ കുറേശ്ശെ വെള്ളം വരുള്ളൂ കേട്ടോ. എന്ത് സംഭവം എന്നറിയില്ല. പക്ഷേ ആ പാത്രം കഴുകുമ്പോൾ വെള്ളം വേസ്റ്റ് ആവില്ല കേട്ടോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. പിന്നെ അപ്പുറത്ത് വേസ്റ്റ് വേസ്റ്റിൽ നല്ല സ്പീഡിൽ വെള്ളം വരികയും ചെയ്യും. അപ്പോൾ അത്യാവശ്യത്തിന് അവിടെയും കഴുകും. പിന്നെ നമ്മളിത് കഴുകണത് നമ്മൾ പണ്ടത്തെ വീടിൻ്റെയൊക്കെ ഒരു ഹാളുണ്ടാവുമല്ലോ അടുക്കളയിലുള്ള, അങ്ങനത്തെ ഒരു ഹാളാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേസ്റ്റും ഉണ്ട്, പിന്നെ ഗ്ലാസ് ഉണ്ട്, പിന്നെ സിങ്ക് അവിടെ വെച്ചിരിക്കുകയാണ്. പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകുകയാണ്. പിന്നെ ചില ദിവസം രാത്രി റീനു കഴുകി വെക്കും, ചിലപ്പോൾ ഞാൻ കഴുകി വെക്കും, ചിലപ്പോൾ വെയ്യാന്ന് തോന്നുമ്പോൾ പോയിട്ട് കിടക്കും. അപ്പോൾ രാവിലത്തെ രാത്രിക്കത്തൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എനിക്കിതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ, രാവിലെ തന്നെ വേഗം പണിയെടുക്കാൻ. പിന്നെ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര മടി, ഒരു കൈയും കാലും കുഴച്ചിലൊക്കെ വെക്കാറ് കേട്ടോ. അപ്പോൾ ചിലപ്പം ചെയ്യൂല. അപ്പോൾ റീനു മദ്രസ വിട്ടാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ പിന്നെ റീനുവിനും സ്കൂളുണ്ട്, എന്നാലും പോകുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ നമുക്ക് വയ്യെങ്കിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര കൈയും കാലും കടച്ചിലാകുമ്പോൾ നമുക്ക് ഒന്നിനും തോന്നില്ല. പിന്നെ കാലൊക്കെ തരിപ്പും ഇതൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ രാവിലെ എണീറ്റ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ടോ അറിയില്ല, എനിക്ക് ആ ടൈമിൽ ഭയങ്കര ടെൻഷനുള്ളൊരു ടൈമാണ് കേട്ടോ. അടുക്കളയിൽ കൂടെ ഇറങ്ങി വരുമ്പം ഒരുപാട് വിഷമങ്ങളാണ് കേട്ടോ മനസ്സിൽ, ഓരോരോ കാര്യങ്ങൾ കാര്യമായിട്ട് ചിന്ത മനസ്സിലേക്ക് വരുന്നൊരു ടൈമാണ് കേട്ടോ ആ ടൈം. തല കാണിക്കടി ചെയ്യാ എല്ലാതും ഒന്നെന്നേണേ. ആ തുറന്നോക്ക അതിലുള്ളിൽ എവിടെ ഉമ്മച്ചിക്ക് തരുവാ, ഉമ്മച്ചിക്ക് തരുവാ. അയ്യടാ മഞ്ഞ ചോക്ലേറ്റ് ഇക്കറെന്തോ പാത്തിക്ക്